പ്രിയ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് സ്പെഷ്യൽ ദിനമാണ്, എൻ്റെ ജന്മദിനമാണ്. ജന്മദിനമായതുകൊണ്ട് തന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് വെള്ളയപ്പവും മുട്ടക്കറിയുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. തലേ ദിവസം തന്നെ പച്ചരി, ഉഴുന്ന്, ചോറ്, ഈസ്റ്റ്, പഞ്ചസാര, നാളികേരം എന്നിവയിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിരുന്നു. മാവുത നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യൽ ദിനമായതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉമ്മയാണ് റെഡിയാക്കിയെടുക്കുന്നത്. അങ്ങനെ ഓരോന്നായി ചുട്ടെടുക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എന്തായിരുന്നു? കമൻ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി. ഇനി അടുത്ത സ്പെഷ്യൽ ഐറ്റം ബിരിയാണിയാണ്. സ്പെഷ്യൽ ദിനമായതുകൊണ്ട് തന്നെ ഉമ്മയാണ് റെഡിയാക്കിയെടുക്കുന്നത്. നമ്മുടെ ഉമ്മമാർ എന്തുണ്ടാക്കിയാലും പ്രത്യേക ഒരു ടേസ്റ്റാണ്. എത്ര തിന്നാലും പൂതി തീരൂല, അത്രയ്ക്കും ടേസ്റ്റിലാണ് നമ്മുടെ ഉമ്മമാർ പാചകം ചെയ്യുക. പിന്നെ കുറേ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൽ. ഇതേപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? നിങ്ങളുടെ വിശേഷങ്ങളും കമൻ്റ് ചെയ്യണേ. അങ്ങനെ ബിരിയാണി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് കേക്കൊന്നും മുറിച്ചില്ല കേട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ട് മക്കൾ പറഞ്ഞു ഐസ്ക്രീം മതിയെന്ന്. കേക്കൊന്നും വേണ്ട ഉമ്മ, ഇന്ന് ഭയങ്കര ചൂട്, ഇന്ന് ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. മക്കൾ ഹാപ്പിയാണ്. അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു ബിരിയാണി. എന്തൊരു ചൂടാ! ഇങ്ങനെ പോയാൽ ഓരോരുത്തർക്ക് ഓരോ അസുഖങ്ങൾ വരും. ചൂട് അങ്ങനെ ബിരിയാണി സെറ്റായിക്കൊണ്ടിരിക്കുന്നു. വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോയിലെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ സ്പെഷ്യൽ ഐറ്റം ബിരിയാണി റെഡിയായി. അടുത്തതായി ചിക്കൻ കറിയാണ്. അതിനായി ചീൻചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം സബോള കുട്ടനരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി അങ്ങോട്ട് വഴറ്റി കൊടുത്തു. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയിട്ട് നന്നായി അങ്ങോട്ട് വഴറ്റി കൊടുത്തു. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവയിട്ട് നന്നായി അങ്ങോട്ട് വഴറ്റി കൊടുത്തു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കുട്ടനെയും അതിലേക്കിട്ട് നന്നായി അങ്ങോട്ട് വഴറ്റി കൊടുത്തു. അതിനുശേഷം ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. എന്നിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്കിട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി അങ്ങോട്ട് മസാല യോജിപ്പിച്ച് കൊടുത്തു. അതിനുശേഷം കറി മസാല ഒരു നുള്ളിട്ട് കൊടുത്തു. അതിനുശേഷം ഒരു സൈഡിൽ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇളക്കി കൊടുക്കാൻ പാടില്ല, ഇതേപോലെ മൂടി വെച്ച് വേവിക്കണം. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. അതിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ ചിക്കൻ കറി റെഡിയായി.
അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് സ്പെഷ്യൽ ദിനമായ ജന്മദിനം കുട്ടികൾ ബിരിയാണിയും ചിക്കൻ കറി കച്ചമ്പറൊക്കെ കൂട്ടി കഴിച്ച് അതിനുശേഷം ഐസ്ക്രീം കഴിച്ചു. അങ്ങനെ അവസാനിച്ചു. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനിയൊരു വീഡിയോയുമായി വരാം. ബൈ.